കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസുകാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ നിരപരാധികളെ കള്ളക്കേസ് കുടുക്കി അവരെ മർദ്ദിച്ച സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി കോട്ടയം സ്വദേശി ഒരു പ്രദീപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിക്കുന്ന പോലീസ് ക്രൂരതയുടെ ഒരു നേർസാക്ഷ്യമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. പോലീസ് എടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയുമില്ല. കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ 2014 ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. വ്യാജ കേസെടുത്ത ആറന്മുള CI ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. വ്യാജ കേസിൽ 21 ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ആയെന്നും പ്രദീപ് പറയുന്നു. 2014 ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ കമ്മീഷനും ലാഭവിഹിതമൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5 കോടി രൂപയുടെ അടുത്ത് കിട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ തരേണ്ട സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പൈസ തരേണ്ട ആൾ, അതൊരു ബിജു മാത്യു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു RBIയിലെ ജോലിക്കാരനുണ്ട്, പളനിസ്വാമി. ഈ പളനിസ്വാമിയുടെ ഫ്രണ്ടും അവർ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ് വിൻസെൻ്റ് പോൾ സാറ്. അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട SP രാഹുൽ R നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി CI ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ വീട് റെയ്ഡ് നടത്തി. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ, കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ 21 ദിവസം റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങി. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അത് അനന്തകൃഷ്ണൻ സാറ് ADGP ആയിട്ടുള്ള അന്നത്തെ അനന്തകൃഷ്ണൻ സാറിന് ആ ഫയൽ ഫോർവേഡ് ചെയ്തിട്ട് അനന്തകൃഷ്ണൻ സാറ് അത് KG സൈമൺ എന്ന് പറഞ്ഞ SP കൊടുത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഈ കേസ് ഫോൾസ് കേസായിട്ട് റിപ്പോർട്ടായി. കേസായിട്ട് റിപ്പോർട്ടാകാൻ അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ചെക്ക് മോഷ്ടിച്ച് ഒപ്പിട്ട് 51 ലക്ഷം രൂപ എഴുതി എടുത്തു എന്നായിരുന്നു കേസ്. ആ കേസിൽ അത് ഫോറൻസിക്കിന് വിട്ടപ്പോഴത്തേക്ക് ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ ആ ചെക്ക് വ്യാജമല്ല, അത് കറക്റ്റായിട്ടുള്ള ചെക്കായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പം ആ എമൗണ്ട് പോലും അവർ എൻ്റെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയി. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 2014 നടന്നൊരു വ്യാജ കേസിനെ കുറിച്ചാണ് കോട്ടയം സ്വദേശി പ്രദീപ് പറയുന്നത്. പക്ഷേ അത് കള്ളക്കേസാണെന്ന് അറിഞ്ഞു. പോലീസുകാർക്കെതിരെ വ്യാജ കേസിൽ പ്രദീപിനെതിരെ നടപടിയെടുത്ത പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ ഉണ്ടായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്താണ് അന്ന് പ്രദീപിന് സംഭവിച്ചത്? ഇപ്പോൾ ആ കേസിൻ്റെ അന്വേഷണം, അതായത് പോലീസുകാർക്കെതിരായിട്ടുള്ള പരാതിയുടെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം പൂർത്തിയായി ടോം. അതാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ADGP DGPക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മൾ കാണിക്കുകയും ചെയ്യുന്നത്. അതിലാണ് ഈ കേസ് പരിപൂർണമായും ഫോൾസ് കേസാണ്, വ്യാജ കേസാണ് എന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പരിപൂർണമായും യാതൊരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്നതടക്കം ADGP ക്രൈംബ്രാഞ്ച് DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുമുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ CI ദിലീപ് ഖാൻ ചെയ്തത് ഈ FSL ലാബിൽ നിന്ന്, ഫോറൻസിക് ലാബിൽ നിന്ന്, ഇതൊരു ചെക്ക് കേസാണല്ലോ, അതായത് ഈ ഉടമയുടെ ചെക്ക് മോഷ്ടിച്ച് ആ ചെക്ക് കൊണ്ട് സ്വന്തമായി പ്രദീപ് ഒപ്പിട്ട് 55 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ബിജു മാത്യു എന്ന കോഴഞ്ചേരി സ്വദേശിയായ ഉടമയുടെ പരാതി. അത് എടുത്തുകൊണ്ടാണ്, ആ പരാതി എടുത്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അറസ്റ്റ്, അവിടെ നിന്ന് പണമടക്കം കണ്ടുകെട്ടുന്ന നിലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. പക്ഷേ പിന്നീട് ഇതിന് യാതൊരു തരത്തിലുള്ള തെളിവുമില്ല, ഇങ്ങനെ തട്ടിയെടുത്തു എന്നുള്ള തെളിവില്ല. മാത്രമല്ല, ഫോറൻസിക് ലാബിൽ നടന്ന പരിശോധനയിൽ ഇത് ഒപ്പിട്ടത് ബിജു മാത്യു തന്നെയാണ്, അതായത് ഒറിജിനൽ ഒപ്പാണ് എന്ന് കണ്ടെത്തുന്ന റിസൾട്ടാണ് വന്നത്. ശാസ്ത്രീയ പരിശോധന ഫലമടക്കം പ്രദീപിന്
അനുഗുണമായി മാറി എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ഫലത്തിൽ ഈ ഒരു കേസ് പ്രദീപിന് അനുകൂലമായി പോലീസ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം വരുന്നത്. അപ്പോൾ ഇതൊന്നും കാത്തു നിൽക്കാതെയാണ് കുറ്റപത്രം ദിലീപ് ഖാൻ സമർപ്പിച്ചത് എന്നുള്ളതാണ് DGPക്ക് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുവരെ KG സൈമൺ എന്ന നമുക്കറിയാം പ്രശസ്തനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൂടത്തായ കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് അത് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിൽ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അടിമുടി ഒരു വ്യാജമായ കേസ് എന്നതിൽ വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. ഈ പരിശോധന, അറസ്റ്റ്, റെയ്ഡുകൾ ഇതെല്ലാം ഫലത്തിൽ യാതൊരു അശ്രദ്ധ, യാതൊരു സത്യസന്ധതയും ഇല്ലാതെയാണ് ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ CA ദിലീപ് ഖാനെതിരെ നടപടി വേണം എന്നുള്ളതാണ് DGP കൊടുത്ത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് പോലീസ് ഈ ഫോൾസ് കേസാണെന്നുള്ള റിപ്പോർട്ടൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അക്കാലത്ത് നമുക്കറിയാം പണത്തിന് വലിയ നിയന്ത്രണം ഉള്ള കാലമല്ല. ഈ എത്ര പണം വേണമെങ്കിലും കയ്യിൽ വെക്കാവുന്നൊക്കെ സാഹചര്യ രേഖകൾ ഇപ്പോഴാണല്ലോ വളരെ കൂടുതൽ ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ വേണ്ടത്. പക്ഷെ അന്ന് കയ്യിലുണ്ടായിരുന്ന പണമടക്കം ഈ റെയ്ഡിനിടെ ദിലീപ് ഖാൻ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഫലത്തിൽ പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുതന്നെയായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം, ശാസ്ത്രീയ പരിശോധന ഫലമടക്കം പ്രദീപിന് അനുകൂലമായി വന്നു. പക്ഷേ പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ദിലീപ് ഖാനെതിരെ ഇപ്പോഴും സർവീസിൽ തുടരുന്ന സാഹചര്യം മറ്റുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രദീപിന് ഏറെ ഗുരുതരമായിട്ടുള്ള ആരോപണം. അങ്ങനെ പണമൊക്കെ ഈ പ്രദീപിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അനധികൃതമായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി വേണ്ടതാണ്. ഇതുപോലുള്ള ഉദ്യോഗസ്ഥര് ഈ സേനയിലുള്ളതാണ്, കേരള പോലീസിന് നാണക്കേടായിട്ടുള്ളത്. പക്ഷേ ഇതുകൂടാതെ ഈ പ്രദീപിനെതിരായിട്ടുള്ള കേസ് കൂടാതെ ഈ ദിലീപ് ഖാനെതിരെ മറ്റേതെങ്കിലും പരാതികളുണ്ടോ? ഏതെങ്കിലും നടപടികൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണോ ഈ ഉദ്യോഗസ്ഥൻ? നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അത്തരത്തിൽ വിവരങ്ങളില്ല ടോം. എന്തായാലും ഇയാൾ ഇപ്പോഴും സർവീസിൽ തുടരുന്ന സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, രാവിലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഈ 21 ദിവസം ഒരാൾ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് മതിയായ നഷ്ടപരിഹാരം അടക്കം ഈ വ്യാജ കേസെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് ചുമത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പല ഉദ്യോഗസ്ഥരും അടക്കം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം പോലും പ്രദീപിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ നഷ്ടപരിഹാരം പണമായി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തെ സംബന്ധിച്ച് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വിഷമകരമായ സാഹചര്യം, ഒരാൾ ഒരിക്കൽ പ്രതിയായാൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞാൽ അയാൾ എക്കാലത്തും പ്രതിയാണ് സമൂഹത്തിന് മുന്നിൽ. അയാൾ ഒരു തരത്തിലും ഫലത്തിൽ പിന്നീട് ആരും അയാളെ വിശ്വസിക്കില്ല. ഈ റിപ്പോർട്ട് വന്നു, റിപ്പോർട്ട് ആരെങ്കിലും വായിച്ചു നോക്കുവോ, ഇത് സംബന്ധിച്ചുള്ള കാര്യമായ വാർത്തകൾ വരികയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം സമീപകാലത്ത് എത്ര പോക്സോ കേസുകൾ, അതല്ലാതുള്ള കേസുകളിലൊക്കെ നിരപരാധികളായ ആളുകൾ ദിവസങ്ങളോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം സമീപ ദിവസങ്ങളിൽ നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പ്രദീപും ഏതാണ്ട് 21 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ ഈ വിൻസെന്റ് എം പോളിന്റെയും രാഹുൽ ആർ നായരുടെയൊക്കെ പേരാണ് പറയുന്നത്. കാരണം ഈ ബിജു മാത്യു എന്ന വ്യവസായിക്ക് അത്രയധികം ഉന്നത ബന്ധങ്ങളുണ്ട്. അവരൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ കേസ് എടുത്തതെന്ന് പറയുന്നു. അവർക്കെതിരെ പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്തെങ്കിലും പരാമർശങ്ങളില്ല. പക്ഷെ ദിലീപ് ഖാനെതിരെ നടപടി എടുക്കണമെന്നുള്ള സൂചനകൾ, നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഇപ്പോഴും സ്വൈര്യമായി പോവുകയാണ്. നഷ്ടമുണ്ടായത് ഫലത്തിൽ പ്രദീപിനാണ്. ഇത് ഇന്നും പ്രദീപിന് തന്നെയാണ് കേട്ടോ. അതാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചത്. നഷ്ടം സംഭവിച്ചത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രദീപ് എന്നൊരു വ്യക്തിക്ക് മാത്രമാണ്. ഇപ്പോഴും ഈ പ്രദീപിനെ വേട്ടയാടിയവർ സർവീസിൽ തുടരുന്ന ഉന്നതമായ പദവികളിൽ അവർ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഉദ്യോഗസ്ഥൻ CI ദിലീപ് ഖാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം.